ബംഗളൂരുവിലെ കെമ്പെഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് കന്നഡ നടി രണ്യ റാമുവിൽ നിന്ന് 14.8 കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തത് രാജ്യത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. വിമാനത്താവളത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാൻ ഒരു ചുവട് മാത്രം അകലെ നിൽക്കുമ്പോഴാണ് പ്രധാന കള്ളക്കടത്ത് റാക്കറ്റിനെ പിടികൂടുന്നത്. പിന്നീട് അവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 2,06,00,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും 2,67,00,000 കോടി രൂപയുടെ ഇന്ത്യൻ കറൻസിയുമാണ് കണ്ടെടുത്തത്. റാമുവിനെ സാമ്പത്തിക കുറ്റകൃത്യ കോടതി 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒരേ വസ്ത്രം ധരിച്ച് 30 തവണ സൗദിയിലേക്ക് യാത്ര ചെയ്ത രണ്യ റാവു ഓരോ യാത്രയിലും കിലോ കണക്കിന് സ്വർണമാണ് തിരികെ കൊണ്ടുവന്നത്. ഈ സാഹചര്യത്തിൽ വിദേശത്ത് നിന്ന് എത്ര അളവിൽ സ്വർണം കൊണ്ടുവരാം എന്നടക്കമുള്ള ഇന്ത്യയിലെ കസ്റ്റംസ് നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇറക്കുമതി കയറ്റുമതി തീരുവകളെ നിയന്ത്രിക്കുകയും കസ്റ്റംസ് മൂല്യനിർണ്ണയത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒന്നാണ് 1962 ഇന്ത്യൻ കസ്റ്റംസ് ആക്ട്. ഇതനുസരിച്ച് സ്ത്രീകളാണെങ്കിൽ 1,00,000 രൂപയുടെ സ്വർണം നികുതിയില്ലാതെ കൊണ്ടുവരാം. ഒരു വർഷത്തിലധികം കാലം വിദേശത്ത് താമസിച്ചവർക്ക് മാത്രമേ ഈ പരിധിയിൽ കവിഞ്ഞുള്ള സ്വർണം രാജ്യത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. കൂടുതലുള്ള സ്വർണത്തിന് നികുതി അടയ്ക്കുകയും വേണം. ഗോൾഡ് ബാറോ ഗോൾഡ് കോയിനോ ആണ് കൊണ്ടുവരുന്നതെങ്കിൽ ഒരു യാത്രികന് 1 കിലോഗ്രാം കൊണ്ടുവരാം. ഇതിന് കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം. മാത്രമല്ല, യാത്രികന്റെ കൈവശം പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. 6 മാസത്തിനു ശേഷം മാത്രമേ സ്വന്തം രാജ്യത്തേക്ക് യാത്ര പാടുള്ളൂ. എന്നാൽ 30 ദിവസമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. ഈ യാത്രക്കാർ ഒഴികെ മറ്റ് യാത്രക്കാർക്ക് ബാഗേജിൽ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദമില്ല. കസ്റ്റംസ് നിയമപ്രകാരം ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ പ്രഖ്യാപിക്കാതിരിക്കൽ, തെറ്റായി പ്രഖ്യാപിക്കൽ, മറച്ചുവെക്കൽ എന്നിവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. ഇത് കണ്ടുകെട്ടൽ, പിഴ, പ്രോസിക്യൂഷൻ നടപടി എന്നിവയിലേക്ക് നയിച്ചേക്കാം.